ഷോ ഇന്നും ഒരു നമ്പറിന് പോയി. എന്നും ഇതന്നെ സ്ഥിതി. എന്തേ സുനിയെ ഇന്നൊരു നമ്പറിനാ പോയേ? ആ ചങ്ങായ നിന്റെ പൈസ എങ്ങനെ തീരും? അടിച്ചോളും. ഒരു ദിവസം എല്ലാവർക്കും ഭാഗ്യം വരും. ഒരു പ്രതീക്ഷയിലല്ലേ എല്ലാവരും ജീവിക്കുന്നത്. എന്നാ പിന്നെ നിങ്ങളായോണ്ടായി ചേട്ടനൊന്നും എടുത്തേ. ഒരു ഗോൾഡ് നല്ല നമ്പർ തന്നെ ആവട്ടെ. നിനക്ക് അടിച്ചാലല്ലേ എനിക്കും കാര്യമുള്ളൂ. എൻ്റെ ചേട്ടാ ഇതൊക്കെ നാളെ വരെ കാത്തു നിൽക്കാൻ സമാധാനം. ഇത് കള്ളനോട്ടാണ്. താളെ പറ്റിക്കാൻ വന്നതാ. ഇന്നത്തെ ടിക്കറ്റാണ്. 3 മണിക്ക് എടുക്കും. ടിക്കറ്റ് എടുത്ത് സഹായിക്കേട്ടോ. രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 80 അല്ലേ? ആ 500 ചില്ലറുണ്ടോ കയ്യിൽ? ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പോഴാണെങ്കിൽ ഗവൺമെൻറ് ഞങ്ങളെക്കൊണ്ടൊക്കും പണി തന്നില്ലേ. 500, 200, 100 എല്ലാം ഒരേപോലെ. ഇത് തികയില്ലല്ലോ. 400 ഉള്ളൂ. എന്താ ഇപ്പം ചെയ്യാ? അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ വരുമ്പോൾ വാങ്ങിക്കോളാം. അത് തന്നോളൂ. ചോദിച്ചു വാങ്ങാൻ മറക്കരുത് കേട്ടോ. മോള് വന്നോ? അച്ചോ, ആ ബാഗിലൊരു ലിസ്റ്റ് ഉണ്ടാവും. അമ്മ തന്നതാ. അതൊന്നും എടുത്തേ. ഇത് മോള് തന്നെ കയ്യിൽ വെക്ക്. നമുക്ക് മരുന്ന് ഷോപ്പിലേക്ക് പോവാം. എനിക്കൊരു ബിസ്ക്കറ്റ് പാക്ക് വേണം. ഞാൻ മോള് വാങ്ങിക്കോ. എവിടുന്നപ്പ അച്ഛനും മോളും കൂടി വരുന്നേ? ഞങ്ങളെ ഒരു മരുന്ന് വാങ്ങാണ്ടി വന്നതാ. അത് ശരി. മോൾക്ക് ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് വേണമല്ലോ. ഏത് ബിസ്ക്കറ്റാ മോൾക്ക് വേണ്ടേ? ഗുഡ് ഡേ. എടാ ഒരു ഗുഡ് ഡേന്റെ പാക്കറ്റ് കൊടുത്താ. എത്രയായി? 40. ചില്ലറ ഉണ്ടാവില്ല കേട്ടോ. ആ അത് കുഴപ്പമില്ല. ഏട്ടോ ഇത് കള്ളനോട്ടാണല്ലോ. കള്ളനോട്ടോ? ഒന്നുകൂടെ ഒന്ന് നോക്കൂ. നോക്കാനൊന്നുമില്ല, ഇത് കള്ളനോട്ട് തന്നെയാണ്. ഇതൊക്കെ മൊത്തം കച്ചവടമാണല്ലോ. എന്താ ഇനിയിപ്പോൾ ചെയ്യാ? മോളെ ആ ബിസ്ക്കറ്റ് അങ്ങോട്ട് കൊടുത്തേക്ക്. അത് കുഴപ്പമില്ല, ബിസ്ക്കറ്റ് കൊണ്ടുപോയിക്കോളൂ. കാശ് നാളെ തന്നാ മതി. പിന്നെ ഈ കാശ് ഇനി എടുത്തു വെച്ചോളൂ. ഇത് ആർക്കും ഇനി കൊടുക്കണ്ട. ആണോ? വളരെ ഉപകാരം കേട്ടോ. നിങ്ങൾ പോയിക്കോളൂ. എന്തിനാ ആൾക്കാർ എന്നെപ്പോലുള്ളവരെ ഇങ്ങനെ പറ്റിക്കണത്? മോളെ പോവാ. നാളെ തരാട്ടോ. അതൊന്നും കുഴപ്പമില്ല. ഹലോ ഹലോ, ഏത് ഹോസ്പിറ്റലില്?
എന്താ പറ്റിയത്? ഹലോ ഹലോ, അപ്പൊ എന്ത് നോക്കിയിരിക്കുന്ന അവിടെ? ഹലോ സജീറ, ഈ എവിടെ? മോൾക്കൊരു ആക്സിഡന്റ്. പെട്ടെന്ന് ഉദയ ഹോസ്പിറ്റലിൽ നിന്ന് വരുമോ? അല്ലെങ്കിലും ആവശ്യം നേരത്തൊന്നും നിങ്ങൾ ആരും വിളിച്ചാൽ കിട്ടൂലല്ലോ. എന്നാ ഓക്കെ. സിസ്റ്ററെ, ഒരു ആക്സിഡന്റ് ആയിട്ട് കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? പേരെന്തായിരുന്നു? രാഹുൽ. ആ, ഒരു മിനിറ്റ് നോക്കട്ടെ. ആ കുട്ടിക്ക് ബ്ലഡ് വേണമായിരുന്നല്ലോ. AB നെഗറ്റീവ് എന്ന ഗ്രൂപ്പ് ഇവിടെ റെയർ ഗ്രൂപ്പാണ്. നമ്മുടെ ഇവിടെ ബ്ലഡ് ബാങ്കിൽ അവൈലബിൾ അല്ല. അപ്പോൾ പുറത്തുനിന്ന് എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യേണ്ടി വരും. ഇന്നേരത്ത് എവിടുന്നോ? ടെൻഷനൊന്നും വേണ്ട. ഈ ബ്ലഡ് ഗ്രൂപ്പുള്ള ആൾക്കാർ 2 പേര് നമുക്ക് പരിചയമുണ്ട്. അവരെ കോണ്ടാക്ട് നമ്പർ തരാം, ഒന്ന് വിളിച്ചു നോക്കൂട്ടോ. വേഗം തരൂ. ഈ നമ്പർ കിട്ടുന്നില്ലല്ലോ. മറ്റേ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കോ. ഹലോ ഹലോ, എനിക്ക് കുട്ടിക്കൊരു ആക്സിഡന്റ്, ഹെവി നെഗറ്റീവ് ബ്ലഡ് വേണം. ആ ആ ഇപ്പോ വരാട്ടോ. എവിടെ വീട്? ആ ചോദിച്ചോളാം, ഇപ്പൊ വരാം. സിസ്റ്റർ, ഈ രണ്ടാമത് എന്ന ആളുടെ വീട് എവിടെയാണ്? ആ അമ്പലത്തിന്റെ അവിടുന്ന് തിരിഞ്ഞ് വലതുഭാഗത്ത് കാണുന്ന വീട്. ഓക്കെ. ആരത് ബെല്ലടിച്ചത്? ആരുല്ലേ? വെറുതെ കേട്ടതാണോ? ഏട്ടോ, ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. എന്റെ കയ്യിൽ 500 ചെയ്യാ. ചില്ലറുണ്ടോ കയ്യില്? മോന് ആക്സിഡന്റ് പറ്റി. ബൈക്കുണ്ട്, ബ്ലഡിന്റെ ആവശ്യത്തിന് വേണ്ടിട്ടാ. എന്നിട്ടെന്നെ കൊണ്ടുവന്നാക്കി തരാം. ഒന്ന് വേഗം വരികയാണെങ്കിൽ. ആ, ഞാൻ ഡ്രസ്സൊന്ന് മാറട്ടെ. ഏട്ടാ, ഈ പണം വാങ്ങണം, അല്ലെങ്കിൽ ജന്മം എനിക്ക് സമാധാനം കിട്ടില്ല. സാരല്ല, ഒരു ജീവൻ രക്ഷിക്കാൻ എന്നെ കൊണ്ട് ഉപകാരപ്പെട്ടല്ലോ. അതിന് കൂലി വാങ്ങിയ പിന്നെ ദൈവങ്ങളും എൻ്റെ മുന്നിൽ കണ്ണടക്കില്ലേ? ഇത് വെച്ചോളൂ. സമയം കുറേ ആയിട്ടുണ്ടാവും. എന്നെ തിരിച്ചു കൊണ്ടാക്കി തരുമോ?
ഞാൻ കൊണ്ടാക്കി തരാം.